ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്, പിന്നെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോരടിക്കേസ്. അടിക്കേസ് മൂത്ത് കത്തിക്കുത്ത് കേസ്, പിന്നെ അത് മുത്തുണ്ടായി കുത്തിക്കൊലക്കേസ്. ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്, പിന്നെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോരടിക്കേസ്. അടിക്കേസ് മൂത്ത് കത്തിക്കുത്ത് കേസ്, പിന്നെ അത് മുത്തുണ്ടായി കുത്തിക്കൊലക്കേസ്. ഇബിലീസ് പണ്ടൊരു നാളൊരലുവ കടയിൽ ചെന്ന് വിരലിന്മേൽ വെളിച്ചെണ്ണ അല്പമെടുത്ത ഹലുവയിൽ നിന്ന് അത് മെല്ലെ ചുമരിൽ തേച്ച് മൂപ്പരങ്ങനെ മാറി നിന്ന്. അത് കണ്ട് തേൻ കുടിക്കാൻ ചുമരിന്മേലൊരു ഈച്ച വന്ന്. ഈച്ചയെ ശാപ്പിടുവാനായി ഗൗളി വരുന്നത് മൂപ്പര് കണ്ട്. ഈച്ച വന്നത് കണ്ട നേരം നോക്കി നിന്നൊരു ഗൗളിയ നേരം, ശാപ്പിടാനൊരുങ്ങിയ നേരം ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്, പിന്നെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോരടിക്കേസ്. അടിക്കേസ് മൂത്ത് കത്തിക്കുത്ത് കേസ്, പിന്നെ അത് മുത്തുണ്ടായി കുത്തിക്കൊലക്കേസ്. അയൽവക്കത്തുള്ളൊരു കടയിൽ അന്നൊരു കൂറ്റൻ പൂച്ചയുണ്ട്. പൂച്ചയാണെങ്കിൽ ഇതെല്ലാം നോക്കി പതുങ്ങിയിരിക്കുന്നുണ്ട്. ഈച്ചയെ ശാപ്പിടുവാനായി ഗൗളി വരുന്നത് മൂപ്പര് കണ്ട്. മൂപ്പർക്കാണെങ്കിൽ ഗൗളിയെ ശാപ്പിടുവാനും മോഹമുണ്ട്. തക്കം പാർത്തങ്ങനെ പൂച്ച എല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. പൂച്ച ചാടിയ ഉന്നം പിഴച്ചു, ഹലുവാ പാത്രം തട്ടിമറിഞ്ഞു. ഹലുവാക്കാരൻ കലികൊണ്ടിങ്ങനെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്, പിന്നെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോരടിക്കേസ്. അടിക്കേസ് മൂത്ത് കത്തിക്കുത്ത് കേസ്, പിന്നെ അത് മുത്തുണ്ടായി കുത്തിക്കൊലക്കേസ്. അയൽവക്കക്കാരനുമായിട്ട് അലുവാക്കാരൻ ഏറ്റുമുട്ടി. അത് കണ്ടിട്ടകലെയുള്ളൊരു മനുഷ്യരെല്ലാം ഓടിയെത്തി. അവർ തമ്മിൽ ചേരി പിരിഞ്ഞിട്ടുടനെ തല്ലും ലഹളയുമായി. അത് കാരണം അനവധി ആളുകൾ തമ്മിൽ തല്ലി മരിക്കാറായി. അതിനാലെ നാട്ടിലാകെ തല്ലും തൊഴിയും തകരാറായി. നാട്ടിലാകെ വഴക്കുണ്ടായി, നാട്ടുകാരോടുങ്ങുകയായി. പാട്ടിനിങ്ങനെ വകയുണ്ടായി. ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്, പിന്നെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോരടിക്കേസ്. അടിക്കേസ് മൂത്ത് കത്തിക്കുത്ത് കേസ്, പിന്നെ അത് മുത്തുണ്ടായി കുത്തിക്കൊലക്കേസ്. ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്, പിന്നെ ഇബിലീസ് ഉണ്ടാക്കി തീർത്തോരടിക്കേസ്. അടിക്കേസ് മൂത്ത് കത്തിക്കുത്ത് കേസ്, പിന്നെ അത് മുത്തുണ്ടായി കുത്തിക്കൊലക്കേസ്. ഇബിലീസ് ഉണ്ടാക്കി തീർത്തോര് ഇബിലീസ്.